നവംബർ മാസം 8-ാം തീയതി രാത്രി 8 മണിക്ക് ടെലിവിഷനിലൂടെ വന്ന് വളരെ നാടകീയമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് പറഞ്ഞു, നാളെ മുതൽ 500-1000 രൂപ നോട്ടുകൾക്ക് വിലയുണ്ടാകില്ല. ലക്ഷ്യങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി. കള്ളപ്പണം തടയൽ, അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ചെറുക്കൽ, അഴിമതിരഹിത ഇന്ത്യ. ഒരു മാസം പിന്നിടുമ്പോൾ എന്തൊക്കെ നടന്നു ഇന്ത്യയിൽ? 50 ദിവസത്തിനുള്ളിൽ, അതായത് ഡിസംബർ 30-നുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും, ഇല്ലെങ്കിൽ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഒരു മാസം പിന്നിടുന്നു. 3 കാര്യങ്ങളെക്കുറിച്ചുള്ള സത്യം തിരിയുകയാണ്. ആദ്യം കള്ളപ്പണം. രാജ്യത്തെ കറൻസിയുടെ 86% 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകളാണ്. അതായത് 15 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളാണ് 500-ന്റെയും 1000-ന്റെയും പിൻവലിച്ചിരിക്കുന്നത്. പിൻവലിച്ച തുകയിൽ 4 മുതൽ 5 ലക്ഷം കോടി രൂപ വരെ തിരിച്ചു വരില്ലെന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഇത് കള്ളപ്പണമായിരിക്കുമെന്നും അവർ വിശ്വസിച്ചു. പക്ഷേ ഇതുവരെ 13 ലക്ഷം കോടി രൂപയുടെ നോട്ടുകൾ തിരിച്ചെത്തി. അതായത് പിൻവലിച്ച തുകയുടെ 80%-ലധികവും തിരിച്ച് ബാങ്കുകളിൽ തന്നെ എത്തി. പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ച് ദിവസങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അതിനിടെ റവന്യൂ സെക്രട്ടറി ഹസ്മുഖ് അദിയ പറഞ്ഞത് കേട്ടില്ലേ? പിൻവലിച്ച മുഴുവൻ നോട്ടുകളും തിരിച്ചെത്തുമെന്ന്. അങ്ങനെയെങ്കിൽ എവിടെയാണ് സാർ കള്ളപ്പണം? ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം വെളുത്തു കഴിഞ്ഞുവെന്ന് ചുരുക്കം. അഴിമതി ഇല്ലാതാക്കുക എന്നതായിരുന്നുവല്ലോ അദ്ദേഹത്തിന്റെ മറ്റൊരു ലക്ഷ്യം. ചെറിയ നോട്ടുകളുടെ അഴിമതിയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നറിയില്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബിജെപിക്കാരുടെ കൈവശം നിന്ന് പിടിച്ചെടുക്കുന്നത് 2000-ന്റെ വലിയ നോട്ടുകെട്ടുകളാണ്. ഇനി പ്രധാനപ്പെട്ടതും മൂന്നാമത്തേതുമായ വിഷയത്തിലേക്ക് വരികയാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദം ചെറുക്കൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാഷ്ലെസ് ഇടപാടുകൾ നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ബെൽജിയം. 93% ഇടപാടുകളും അവിടെ നടക്കുന്നത് ക്യാഷ്ലെസ് ആയാണ്. മറ്റൊരു രാജ്യമാണ് ഫ്രാൻസ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീകരാക്രമണങ്ങൾ നടക്കുന്ന 2 രാജ്യങ്ങളാണ് ബെൽജിയവും ഫ്രാൻസും. നവംബർ 27-ലെ മൻ കി ബാത്തിൽ നോട്ടുകൾ പിൻവലിച്ചതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായി അദ്ദേഹം ക്യാഷ്ലെസ് ഇടപാടുകളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നുവല്ലോ. അതുകൊണ്ടാണ് ബെൽജിയത്തിലേക്കും ഫ്രാൻസിലേക്കും പോയത്. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, ഡിസംബർ 31-നകം പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചില്ലെങ്കിൽ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങിക്കൊള്ളാമെന്ന് അങ്ങ് അന്ന് പറഞ്ഞിരുന്നുവല്ലോ. വേണ്ട സാർ, ഈ രാജ്യത്തെ ജനങ്ങൾ ക്യൂവിൽ നിന്നുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നവംബർ 8-ന് രാത്രി 8 മണിക്ക് അങ്ങ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് 8-ന്റെ പണിയായിരുന്നു.